वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. All glories to the assembled devotees. Srila Prabhupada ki jai. Ananta Koti Vaishnavrinda ki jai. Sri Vrindavan Dham ki jai. Sri Vrindavan Leela ki jai. ഇന്ന് പ്രഭു നമുക്ക് തന്നിരിക്കുന്ന 2 മിനിറ്റ് ആണ്. സോ ഞാൻ വേഗം പറയാം. എല്ലാ വൈഷ്ണവ ഡിവോട്ടീസിനും ദാമോദര മാസത്തിലെ 27ാം ദിവസത്തിന്റെ ആശംസകൾ. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഭഗവാന്റെ ലീലകൾ ഇനിയും കേൾക്കാൻ ഇനിയും എത്ര ജന്മം വേണമെങ്കിലും നമുക്ക് തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാണ്. യശോദാമ്മയും പിന്നെ ഗോപികമാരുടെയും രാധയുടെയും എല്ലാവരുടെയും ഇനിയും വൃന്ദാവനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കാൻ തോന്നുന്നു. എല്ലാവർക്കും ഭക്തി രസം ആസ്വദിക്കാനാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പന്റെ നമുക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോ ഗുരുവായൂരപ്പന്റെ വെണ്ണ നമുക്ക് അവിടുന്ന് കിട്ടും. അതേപോലെ വൃന്ദാവൻ ധാമിൽ പോയി കഴിഞ്ഞാൽ അവിടും നമുക്ക് വെണ്ണ കിട്ടും. അതേപോലെയാണ് അമ്പലപ്പുഴ പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിവേദ്യമായിട്ട് പാൽപായസം നമുക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. വെണ്ണ എല്ലായിടത്തും കിട്ടും, പക്ഷെ പാൽപായസവും എല്ലായിടത്തും കിട്ടും. പക്ഷെ ഭഗവാന്റെ അവിടെ നിവേദിച്ച് നമുക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക ഒരു എന്താണ്, ഒരു ടേസ്റ്റ് ആണ്, ഒരു രസമാണ്, ഒരു ആനന്ദ രസമാണ് അത്. സോ അതേപോലെയാണ് നമ്മൾ ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ. കുറെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല, ഒരിക്കലും മതി വരില്ല. സോ എല്ലാവർക്കും ഈ ഒരു എന്താ പറയാ, ദാമോദര മാസത്തിലെ കൃഷ്ണ ഭഗവാന്റെ ലീലകൾ ഇനിയും കേൾക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. തീർച്ചയായിട്ടും ഈ കാർത്തിക മാസത്തില് എന്നോട് ഒപ്പം എല്ലാ ദിവസവും ഉണ്ടായതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന കാര്യം, മാതാജി വളരെ ബിസിയുള്ള സമയങ്ങളാണ് അറിയാം, എങ്കിലും ആ തിരക്കുള്ള സമയമെല്ലാം മാറ്റി നിർത്തി ഡെഡിക്കേറ്റ് ആയിട്ട് എല്ലാ ദിവസവും, ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന്. ചില സമയത്ത് ഞാൻ മെസ്സേജ് തരാറുണ്ട്, മാതാജി ഇന്ന് വന്നില്ലേലും കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കാര്യം മാതയുടെ തിരക്ക് ഞാൻ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷെ എങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട്, അതാണ് നമുക്ക് വേണ്ടത്, ആ ഒരു ഡെഡിക്കേഷൻ. ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഭഗവാൻ അപ്പുറം വേറൊന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശം. അതാണ് കാര്യം. ഭാരതഭൂമിയിൽ ജനിച്ച ഒരാളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് കൃത്യമായിട്ട് ശ്രീമദ് മഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്. ദാസോഹം തവ കേശവ. അതുകൊണ്ടാണ് തിരുവിതാംകൂർ മഹാരാജാവ്, കേരളത്തിൽ ആദ്യമായിട്ട് ദാസൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ മഹാരാജാവിന്റെ കുടുംബമാണ്, പത്മനാഭദാസൻ. ഇത് ഞാൻ ഒരു മീഡിയേറ്ററാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്, ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഭരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് ഇന്നത്തെ കറന്റ് ലൈഫിൽ നമ്മൾ എന്താണോ നമ്മൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്, ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ആയിപ്പോയത്, ഭഗവാനെ മറന്നിട്ടുള്ളതാണ്. ഈ കാർത്തിക മാസം നമുക്കത് വീണ്ടും ആ ഓർമ്മയിലേക്ക് ഭഗവാനെ പറ്റി ഓർമ്മിച്ചുകൊണ്ട് ഭഗവത് പാദ സമർപ്പിതമായിട്ട് നമുക്ക് ജീവിതം പുനരാരംഭിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ അടുത്ത സ്മിതമാതാജിയെ തന്നെ വിളിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഞാൻ ഓൾറെഡി സംസാരിച്ചതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയി ഇരിക്കുന്നു, എന്നെ ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. ഭഗവാന്റെ സത്യഭാമ രാജ്ഞി, സത്യഭാമ രുക്മിണി അവരെ പറ്റിയിട്ട്. ഒരു ദിവസം നാരദമുനി ദ്വാരകയിൽ വന്നപ്പോ എല്ലാവരെയും കണ്ടൊക്കെ കഴിഞ്ഞ് നാരദമുനി പോകുമ്പോ പറഞ്ഞു, ഞാന് ഭഗവാനെയും കൂടെ കൂട്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോ സത്യഭാമ പറയും, പ്ലീസ് അങ്ങനെ ഭഗവാനെ കൂട്ടിയിട്ട് പോകരുത്, എനിക്ക് ഭഗവാൻ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല, കൃഷ്ണൻ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൂട്ടിയിട്ട് പോകരുത് എന്ന് പറയും. അപ്പൊ നാരദമുനി പറയും, ഓക്കെ, നമുക്കൊരു ഗെയിം പോലെ കളിക്കാം, ഞാന് ഭഗവാനെ ഈ തുലാഭാരത്തിന്റെ തട്ടില് ഇരുത്താം. ഓക്കെ, അപ്പുറത്തെ സൈഡില് അതായത് സത്യഭാമയ്ക്കുള്ള എന്തൊക്കെ വെൽത്ത് ഉണ്ടോ അതെല്ലാം വെച്ചിട്ട് അത് ഭഗവാനും അതും തമ്മിൽ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണനെ കൂട്ടിയിട്ട് പോവില്ല എന്ന് പറയും.
അപ്പൊ സത്യഭാമ സമ്മതിക്കും. ആൻഡ് അങ്ങനെ പാലസിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, ജ്വല്ലറി, ഗോൾഡ്, രത്നങ്ങള്, അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ട് ഈ തുലാഭാരത്തിന്റെ തട്ടിൽ വെക്കും. പക്ഷെ എന്തൊക്കെ വെച്ചിട്ടും ഈ തുലാഭാരത്തിന്റെ ത്രാസ് കൃഷ്ണന്റെ അവിടെ തന്നെ താന്നു നിൽക്കുകയാണ്. ഈ എത്ര ഗോൾഡ് വെച്ചിട്ടും എത്ര ഇത് വെച്ചിട്ടും ഇത് മുകളിലേക്ക് വരുന്നേ ഇല്ല. അപ്പൊ സത്യഭാമയെ അവിടെ ഉണ്ടായിരുന്ന വേറെ രാജ്ഞിമാരും ഭഗവാന് ഉണ്ടല്ലോ 16,108 ഭാര്യമാരുണ്ടല്ലോ, അപ്പൊ അവരുടെ എല്ലാം ജ്വല്ലറി കൊണ്ടുവെക്കും, അവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് എല്ലാം വെക്കും, രത്നങ്ങളെല്ലാം വെക്കും. ബട്ട് എന്തൊക്കെ കാണിച്ചിട്ടും ആ ത്രാസ്, ആ തുലാഭാരം തൂക്കുന്ന ആ ത്രാസ് ഈക്വൽ ആവുന്നേ ഇല്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ രുക്മിണി ദേവി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞ് സത്യഭാമ എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് വിഷമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് രുക്മിണി ദേവി ഈ കഥ കേൾക്കുന്നത്. അങ്ങനെ രുക്മിണി ദേവി വരികയും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഇല ആ ഗ്യാസിന്റെ മുകളിൽ വെക്കുകയും ചെയ്യും. ആ ഒരു തുളസിയുടെ ഇല, ആ ഒരൊറ്റ തുളസിയുടെ ഇല വെച്ചതും ഗ്യാസ് ഭഗവാന്റെ സൈഡ് അങ്ങനെ മുകളിലേക്ക് പോവുകയും ഈ തുളസി വെച്ച സൈഡ് താഴത്തേക്ക് വരികയും. അപ്പോ നാരദമുനി പറയും, ഓക്കെ, ഞാൻ ഭഗവാനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. ഈ ലീലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ തുളസി നമ്മൾ ഭഗവാന് വേണ്ടി ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തോടു കൂടെ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ബാക്കിയുള്ള വെൽത്ത് ഒന്നും ഭഗവാൻ നോക്കുന്നില്ല. ഭഗവാൻ നോക്കുന്നത് നമ്മളുടെ സിൻസിയറിറ്റിയോട് കൂടിയിട്ടുള്ള ആ ഒരു ചെറിയ സർവീസിനെ മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. അതാണ് ഈ ലീലയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാഠം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠവും വിശേഷപ്പെട്ടതും ഏറ്റവും സ്നേഹവുമാണ് തുളസി പരിചരണം. അതുകൊണ്ടാണ് നമ്മൾ നിവേദ്യങ്ങൾ അതായത് നമ്മൾ ഒരു ലെറ്റർ അയക്കുകയാണ്. ആ എഴുത്ത് പോവേണ്ട സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നടപടി, അതായത് ആദ്യത്തെ പ്രൊസീജിയർ എന്താണ്? പോസ്റ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ സീലടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അടിയിലാണ് ഇതിന്റെ ഡെസിഗ്നേഷൻ ആദ്യമായിട്ട് അപ്രൂവ് ആകുന്നത്. അതുപോലെയാണ് നമ്മൾ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ അത് ഭഗവാൻ ഉള്ളതാണ് എന്നുള്ള ഐഡന്റിറ്റിയാണ് തുളസി അതിൽ വെക്കുന്നത്. അപ്പൊ 33 ദേവതമാർക്കും അറിയാം ഇത് ഭഗവാന് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒരേപോലെ 33 ദേവതമാരും അവിടെ സന്നിഹിതരായിട്ട് ഈ നിവേദ്യം കഴിക്കുന്നത് നോക്കി നിൽക്കും. കാര്യം ഇത് അടുത്തത് അവർക്കുള്ളതാണ്. അപ്പൊ ഭഗവാൻ കഴിച്ചു, ആ ദേവതമാരും കഴിച്ചു, പിതൃക്കളും കഴിച്ചതിന് ശേഷമുള്ള പ്രസാദമാണ്, നിവേദ്യമാണ് നമുക്ക് കിട്ടുന്നത്. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പ്രസാദം കഴിച്ചതാണ് ആഞ്ഞൻ നമ്പൂതിരിയുടെ കലശരായ വയറുവേദന മാറുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പം ഭഗവത്ഗീത കൃത്യമാണ് പറയുന്നത്, പ്രസാദേ സർവദുഃഖാന. ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഒന്ന് മാത്രം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും. ഹരേ കൃഷ്ണ. അടുത്ത ഒരു ഷോർട്ട് 2 മിനിറ്റ് വിദ്യാമാതാജി. ഹരേ കൃഷ്ണ. ഒരു ഗ്ലോറിഫിക്കേഷൻ കാർത്തിക മാസം. ഹരേ കൃഷ്ണ. എല്ലാരോടും എന്റെ ഹംബിൾ പ്രണാംസ്. എല്ലാരെയും ഇത്രയും ഒരു നല്ല ദിവസമായിട്ട് ഐശ്വര്യമായിട്ട് ഇത്രയും എന്താ പറയാ, ഞാൻ എല്ലാവരുടെയും ഇത് നോക്കുമായിരുന്നു, എല്ലാരും വെച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് എന്റെ മനസ്സ് വല്ലത് എന്താ പറയാ, ഐ എം റിയലി happy and thank you for the grace, Manilal Prabhu, for inviting me for this great occasion. Hare Krishna. ഹരേ കൃഷ്ണ. കഴിഞ്ഞോ? കാർത്തിക മാസത്തെ ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. തിരക്ക് പിടിച്ച് എനിക്ക് മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് ചിലപ്പം വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും മാക്സിമം എല്ലാ ദിവസവും വിദ്യമാതാജി പങ്കെടുത്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്ത ഗ്ലോറിഫിക്കേഷനിലോട്ട്. ഹരേ കൃഷ്ണ. മധുസൂദന പ്രഭു ഫ്രീ ആയോ? ആരതി കഴിഞ്ഞോ അവിടെ? മധുസൂദന പ്രഭു കേൾക്കുന്നുണ്ടോ? ഞാനിന്ന് കണ്ണാടി എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. മറന്നുപോയി തിരിച്ച്. ഓക്കെ, മധുസൂദന പ്രഭുവിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ ജി, ഹരേ കൃഷ്ണ.
സുഖം. ഇനി കാർത്തിക മാസത്തിനെ കുറിച്ചുള്ള ഗ്ലോറിഫിക്കേഷൻ ആണ്. ഈ ഇമ്പോർട്ടന്റ് മാസം എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് ഭഗവാനെ സ്തുതിക്കുക. ഹരേ കൃഷ്ണ. മണിലാൽജി ആശ ഇതെല്ലാം ചെയ്തിരുന്നു സന്ധ്യ സമയത്ത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്റെ നെറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ, ഭഗവാനെ കുറിച്ച് 2 മിനിറ്റ് പറയാം. മലയാളിയുടെ മെസ്സേജ് ഞാൻ കണ്ടില്ലായിരുന്നു. പിതൃക്കളെ കാണിക്കാൻ പറഞ്ഞില്ലേ? അതെ അതെ. പക്ഷെ ഞാൻ കണ്ടില്ലെങ്കിലും ഞാൻ അത് ചെയ്തിരുന്നു. ഹരേ കൃഷ്ണ, സന്തോഷം. ഇന്ന് നമ്മൾ ചെയ്യും. ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ അഷ്ടകം ചെല്ലും. അഷ്ടകം ചെല്ലിയതിനു ശേഷം നമ്മൾ എല്ലാവരും ഒരു ദീപം ആകാശത്തേക്ക് നമ്മൾ കാണിക്കും. ആ സമയത്ത് നമ്മൾ മന്ത്രം ചെല്ലും. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്തോട്ട് നമ്മുടെ സജിത് ജിയുടെ അടുത്ത് തന്നെ വരുവാണ്. സജിത് പ്രഭു, സജി മംഗലത്ത്. ഞാൻ ഒന്നുകൂടെ പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാവത്തില്ല. എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാർത്തിക മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ഇപ്പം മണിലാൽ പ്രഭുജി തന്നെ നേരിട്ട് ഇവിടെ വന്ന് മാതാജി വന്ന് ഇവിടെ വന്ന് ചെയ്യാറുള്ളതാണ് എപ്പോഴും. അപ്പം ഞങ്ങൾക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇന്നത്തെ പോലെ ഈ വർഷവും നമ്മളത് ചെയ്യുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം. ഒരു വളരെ നല്ല കാര്യം. പിന്നെ 30 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യാന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, താങ്ക് യു. നമ്മള് വീണ്ടും അടുത്ത് വരുന്നു നമ്മുടെ സുധീഷ് ജി. സുധീഷ് പ്രഭു പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ദാമോദര മാസം കൂടെ ആയപ്പോൾ എനിക്കൊന്ന് ഇതൊന്ന് ഞങ്ങളുടെ 3ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു പ്രഭുവിന്റെ കൂടെ ഇത് ആചരിക്കുന്നത്. പല കാര്യങ്ങളും ഇത് വളരെ വലിയൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു നമ്മുടെ ഈ 3 വർഷം കൊണ്ടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഈ വർഷം നോക്കുമ്പോഴത്തേക്ക് ഈ വർഷം വൃശ്ചിക മാസം വന്നു, അതിനുകൂടെ ശബരിമല മാസം വന്നു, ഗുരുവായൂർ ഏകാദശി വന്നു. അറിയില്ല ഇത് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ഒരു മാസത്തിൽ വരുന്നത്. ഇത്രയും നാളെ നിങ്ങൾ എങ്ങനെ ഇത് നോട്ടീസ് ചെയ്യാതെ പോയ ഒരു മാസം എങ്ങനെ ആയെന്നൊക്കെ നമ്മൾ ക്രമേണ അത് പഠിച്ചു വരിക. ഇതെല്ലാം അദ്ദേഹം വിളിച്ചുകൊണ്ടായിരിക്കും നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇതെല്ലാം പ്രഭുവിന്റെ അനുഗ്രഹമാണ്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ നിയോഗമാണെല്ലാം. നമ്മളെല്ലാം അതിനകത്തൊരു ഭാഗവാക്കാവുന്നതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാർജി, കൃഷ്ണകുമാർ പ്രഭു പറഞ്ഞോളൂ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ പേര് കാണാത്ത ഇങ്ങോട്ട് പറയാം കേട്ടോ. ഇന്ന് കാഴ്ചക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ കൃഷ്ണ. ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പങ്കെടുക്കാറുണ്ട്. ഈ വർഷം നമുക്ക് നേരിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇതിലും പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്തത് ജയപ്രകാശ് പ്രഭു അവിടെ ഉണ്ടോ? ഹരേ കൃഷ്ണ. സ്നേഹ അവിടെ കീർത്തനം ചെല്ലാൻ ഇടയ്ക്ക്. ഒരു 5 മിനിറ്റ്. ഓക്കെ. ജയപ്രകാശ് പ്രഭു ഹരേ കൃഷ്ണ. ഓക്കെ, പറഞ്ഞോളൂ മാതാജി, പറഞ്ഞോളൂ എന്താ പറയേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തെ പറ്റി എന്തെങ്കിലും? ഓക്കെ, കീർത്തന 2 മിനിറ്റ് കീർത്തനം ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ
Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. താങ്ക് യു. ഇത് എത്ര മധുരമായിട്ടുള്ള ഒരു കീർത്തനമാണ്. കലിയുഗത്തിലെ ഏക മരുന്ന് ഒറ്റമൂലി. ഈ ഒരൊറ്റമൂലി കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ പറ്റും. ഉറപ്പാണ്. അത് ഭഗവാൻ തന്നിരിക്കുന്ന ഉറപ്പാണ്. അത് തീർച്ചയായിട്ടും അത് ഫലവത്താണ്. പക്ഷേ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, നമുക്ക് ആ മന്ത്രം ജപിക്കണം എന്നുള്ളത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വീണ്ടും കാർത്തിക മാസത്തെ ഗ്ലോറിഫൈ കുറിച്ച് നമുക്ക് പ്രഹ്ലാദൻ ചേട്ടൻ്റെ അടുത്ത് പറയാം. പ്രഹ്ലാദൻ ചേട്ടാ, കേൾക്കുന്നുണ്ടോ? പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദാമോദര മാസത്തില് ഇന്ന് ദാമോദര ആരതി എല്ലാ വീടുകളിലും ഭഗവാന് ഇഷ്ടപ്പെട്ട നെയ്വിളക്കും അതുപോലെ തുളസി ഇലയും എല്ലാം വെച്ചിട്ട് എല്ലാ വീടുകളിലും എല്ലാവർക്കും ഐശ്വര്യം വരാൻ വേണ്ടിയും എല്ലാ വീടുകളിലും ഇതേപോലെ സംഘടിപ്പിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. മധുസൂദന പ്രഭു കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മധുസൂദന പ്രഭു. പ്രഭുവിനെയാണ് ഞാൻ ആദ്യം വിളിക്കേണ്ടത്, വിളിച്ചില്ല, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. കാർത്തിക മാസത്തിന്റെ സ്തുതി. പ്രഭുവിന്റെ ഫേസ് നെറ്റി മാത്രമേ കാണുന്നുള്ളൂ. ആരതിയിലായതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാനത്. ക്ഷമിക്കണം എന്നോട്. ഹരേ കൃഷ്ണ. കേൾക്കാം. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിലെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിപ്പം നമ്മുടെ ക്ലാസ്സില് കുന്തി സ്ഥിതിയിലെ 20ാമത്തെ ശ്ലോകമാണ്. അതില് പരിപൂർണ ശരണാഗതിയെ കുറിച്ചാണ് കുന്തിദേവി പറയുന്നത്. അതായത് നമ്മൾ ഭഗവാനെ അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യദോഷമാണെന്നാണ് പറയുന്നത്. ഭഗവാനെ ആശ്രയിക്കാതെ മറ്റുള്ളതിനെ ആശ്രയിച്ച് ഈ ഭൗതിക ലോകത്തിലുള്ള മറ്റ് എന്ത് വസ്തുക്കളെ നമ്മൾ ആശ്രയിച്ച് കഴിയുന്നുവോ, ഭഗവാനെ ആശ്രയിക്കാതെയാണ് കഴിയുന്നതെങ്കിൽ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം.
അങ്ങനെയുള്ളവരാണ് അനാഥർ എന്ന് പറയുന്നത്. ഭഗവാനെ ആശ്രയിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനാഥരാണ്. അതാണ് ഇന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. വേറെ 2-3 ക്ലാസ്സുകൾ കേട്ടപ്പോഴും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഈ കലിയുഗത്തിലെ നാമസങ്കീർത്തനമാണ് നമ്മളുടെ ക്രമമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ നാമം നമുക്ക് കിട്ടിയിട്ടും നാമം ചൊല്ലാൻ കഴിയാതിരിക്കുക, ഭഗവാനെ ആശ്രയിക്കാൻ കഴിയാതിരിക്കുക, നമ്മുടേതായ വഴിയിലെ സൗഖ്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, മറ്റുള്ളതിനെ ആശ്രയിക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യദോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ സന്തോഷം തന്ന മെസ്സേജ്. തീർച്ചയായിട്ടും നമ്മളെ നാഥനെ, ശരിയാണ്, നമ്മുടെ നാഥൻ നമ്മുടെ സൃഷ്ടികർത്താവാണ്. അഹം സർവസ്യ പ്രഭുവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേമ ബുധാഭാവ സമന്വിതാഹ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ എല്ലാം ഉറവിടം ഞാനാണ് എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാർ എന്റെ അടുത്ത് വരും. വീണ്ടും ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, അവജാനന്തിമാ മൂഢ ദ റാസ്കൽസ്, അവജാനന്തിമാവ മൂഢ മാനുഷം തനും ആശ്രിതം. എന്നെ വെറും ഒരു മനുഷ്യനായി കാണുന്ന മൂഢന്മാർ, ദ റാസ്കൽസ്, they will not come to me, എന്റെ അടുത്ത് വരില്ല. അപ്പോൾ അവരെല്ലാം അനാഥരാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സുരേഷ് പ്രഭു, ഹരേ കൃഷ്ണ. YEP സുരേഷ് ജിയാണ് വിളിച്ചത്. ഹരേ കൃഷ്ണ. നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ എന്താണ് പറയേണ്ടത്? ഈ ഒരു അനുഭവത്തെ കുറിച്ച് നമ്മൾ വളരെ ചുരുങ്ങിയ കാലത്ത് നമ്മൾ ഇതിനകത്തോട്ട് വന്നു. അതായത് ഈ ഒരു ആരതിയുമായിട്ട് നമ്മൾ ഒന്ന് ഫീൽ ചെയ്ത്, എന്താണ് ഫീൽ ചെയ്തത്? അതെ, എല്ലാവരും പറഞ്ഞു. ഞാനിപ്പോഴും മറ്റുള്ള പ്രഭുക്കളൊക്കെ പറഞ്ഞത് കേട്ടു. അപ്പോഴെനിക്ക് തോന്നുന്നത് വളരെ കാലമായിട്ട് ഒരു വർഷങ്ങളുടെ കഥ പറയുന്നു, ചിലവർ മാസങ്ങളുടെ കഥ പറയുന്നു. കുറെ മണിക്കൂറുകളായിട്ട് മണിലാൽജിയുമായിട്ട് ഈ കൃഷ്ണന്റെ ഈ ആരതിയൊക്കെ കുറെ മണിക്കൂർ എന്ന് പറയാലോ, 2 ദിവസം എന്ന് പറയേണ്ട ആവശ്യമില്ല. കുറെ മണിക്കൂറുകൾ, കുറെ മിനിറ്റുകളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊരു നല്ല അനുഭവമാണ് എനിക്കുണ്ടായത്. അപ്പോഴേ ഇതൊക്കെ എനിക്ക് ഓർക്കുന്നത്, ഞാൻ എല്ലാവരോടും ഒരു കൺഫെഷൻ പോലെ പറയാണ്, കൺഫസ് ചെയ്യാണ്. അതായത് ഞാൻ ഭഗവത്ഗീത ഫുള്ളായിട്ട് വായിക്കുകയോ ഭാഗവതം പൂർണ്ണമായും വായിക്കുകയോ ചെയ്തിട്ടില്ല. അതേപോലെ രാമായണം. പക്ഷേ അടുത്തുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും മലയാളം അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെ? മലയാളം അറിയാമല്ലോ എല്ലാവർക്കും, അല്ലെ മണിലാൽജി? അറിയാം, മലയാളമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഹരേ കൃഷ്ണ. ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും നമ്മുടെ ന്യൂ ജനറേഷനെ കുറച്ചുപേരെ കണ്ടു. ഗോവിന്ദനെയും കീർത്തനയൊക്കെ കണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ ഗോവിന്ദനെയും ശ്രദ്ധിച്ചു. ഗോവിന്ദൻ നമ്മുടെ എപ്പിന്റെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്. ഓക്കെ. അപ്പോഴേ എല്ലാ കുട്ടികളെ കാണുന്നതോടെ തന്നെ അവരുടെ അമ്മമാരെയും അച്ഛന്മാരെയും ഒന്നിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആരതിയും അതേപോലെ കൃഷ്ണന്റെ സ്റ്റോറീസ് എല്ലാ കുട്ടികളുടെയും ഒരു ഇതായിട്ട് ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു. അതായത് കുറെ കാലമായിട്ട് കൃഷ്ണന്റെ സ്റ്റോറിയോ രാമന്റെ സ്റ്റോറിയോ കൂടുതലായിട്ട് കേൾക്കാറില്ല. പക്ഷെ 1-2 ദിവസമായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം എൻ്റെ ഒരു അച്ഛപ്പൻ, ഞാൻ എൻ്റെ അച്ഛപ്പനും അമ്മമ്മയുടെയും അടുത്തുനിന്നാണ് എല്ലാ കാര്യങ്ങളും, അതായത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയൊന്നും പഠിക്കാതെ തന്നെ അച്ഛപ്പന്റെയും അമ്മാമ്മേന്റെയും അടുക്കുന്നാണ് ഞാൻ ഒരുവിധം ഇപ്പോഴെല്ലാ കഥകൾ പറയുമ്പോഴും എനിക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴേ പണ്ട് പൂതനെ പറ്റിയിട്ടും കാളിയനെ പറ്റിയിട്ടും ഓരോ ദിവസവും രാത്രി മണിക്കൂറുകളോളം പറഞ്ഞിട്ട് ഇപ്പോഴേ ഏത് രാമായണത്തിലായാലും ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും ഏത് കഥകളായാലും നമ്മൾ പറഞ്ഞ പോലെ വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളായും പുരാണങ്ങളായും വന്നിരിക്കുന്ന എല്ലാ കഥകളും ഒരുവിധം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴേ പെട്ടെന്ന് ഞാൻ ഓർത്തിരുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എനിക്ക് പറയാൻ, എല്ലാവരും കഥ പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ടൊരു കഥ പറഞ്ഞു വിടാമോ. അപ്പോഴേ പണ്ട് ഒരു ഗോവർദ്ധനഗിരിയുടെ ഒരു കഥയുണ്ട്. അതിപ്പോഴും വന്നതെന്ന് വെച്ചാൽ, ഞാൻ പൂതനയുടെ കഥ ഓർത്തു, അതേപോലെ തന്നെ കാളിയന്റെ കഥ ഓർത്തു. അതൊക്കെ വളരെ ഹിറ്റായ കഥകളാണ് എൻ്റെ മനസ്സിലൊക്കെ. അതിന് പല അർത്ഥങ്ങളുണ്ട്. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആരോടോ പറഞ്ഞ പോലെ, ഇത് നമ്മൾ ഒരു മിഥോളജി അല്ല, ഇതൊരു ഹിസ്റ്ററിയാണ്. അതായത് ഇത് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പല കഥകളും നമ്മൾക്ക് അടുത്ത വരുന്ന ജനറേഷൻ, നമ്മളെ കുട്ടികൾക്ക് എസ്പെഷ്യലി അവർക്ക് റിസേർച്ചിനുള്ള ഭാഗങ്ങളും കൂടിയാണ്. റിസേർച്ച് എന്ന് പറയാൻ കാരണം, ഇതൊക്കെ സംഭവിച്ചിരുന്നോ, അതേപോലെ തന്നെ അയോധ്യയില് ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ പോലെ
കൃഷ്ണന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. 2-3 കാര്യങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ഗോവർദ്ധനഗിരിയുടെ കഥ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. അവർക്ക് റിസർച്ചും ചെയ്യാം, നല്ലൊരു സബ്ജക്റ്റ് ആണ് ഇതൊക്കെ. അതായത് പണ്ട് വൃന്ദാവനത്തില് വളരെയധികം അധ്വാനിച്ച് കന്നുകാലികളെ, കാറ്റലിനൊക്കെ മേയിച്ചു നടന്ന് ജനങ്ങള് ഫ്ലറിഷ് ആയിട്ട് ജീവിക്കുമ്പോഴും എല്ലാ വർഷവും ഇന്ദ്രന് ഒരു ഓഫറിങ് കൊടുക്കുമായിരുന്നു വൃന്ദാവനത്തിലുള്ളവര്. അപ്പോഴേ കൃഷ്ണൻ പറഞ്ഞു, എന്തിനാണ് ഇന്ദ്രന് ഓഫറിങ് കൊടുക്കുന്നത്? അതായത് ഇന്ദ്രൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും ആയിരിക്കും സുരേഷ്. ഓക്കെ, ദൈവങ്ങളുടെ രാജാവാണ് ഇന്ദ്രൻ. പക്ഷെ കുറച്ചൊക്കെ അഹങ്കാരത്തോട് ജീവിക്കുന്ന ഇന്ദ്രന് ഒരു ചെറിയൊരു ഇത് കൊടുക്കണം, ഒരു ഹിറ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച കൃഷ്ണൻ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓഫറിംഗ് ഒന്നും അങ്ങനെ അധികമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം അവിടെ ഇരിക്കുന്നു, നിങ്ങൾ എന്തിനാ, നിങ്ങൾ അധ്വാനിച്ച് ചെയ്യുന്നതല്ലേ, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ആ വർഷം വൃന്ദാവനത്തിൽ എല്ലാവരും പറഞ്ഞു, അന്നാ ഇപ്രാവശ്യം കൊടുക്കണ്ട, കൃഷ്ണനാണല്ലോ നമ്മുടെ എല്ലാത്തിന്റെയും ദൈവം. അതായത് ഇന്ദ്രൻ ദേവകളുടെ രാജാവായിട്ട് ഇരിക്കുകയാണെങ്കിലും കൃഷ്ണനാണ് അധികാരം. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അവർ വിചാരിച്ചു ചെയ്യില്ല എന്ന് വിചാരിച്ചു. അപ്പോഴേ ഇത് ചെയ്യാത്തത് കണ്ട് ഇന്ദ്രൻ വളരെ ഫ്യൂരിയസ് ആയിട്ട് അന്ന് ചെയ്തില്ല എന്നറിഞ്ഞു മുതൽ ഇടിയും മിന്നലും കൂടിയുള്ള വളരെ വലിയ മഹാമാരി 7 ദിവസങ്ങൾ 7 പകലും 7 രാത്രിയും കൊണ്ട് പെയ്ച്ചു എന്നാണ് ഞാൻ കേട്ട കഥ. അപ്പോഴേ ഈ മഴ തുടങ്ങി 1 ദിവസം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, തന്റെ ചെറുവിരലിൽ ഗോവർദ്ധനഗിരി അങ്ങ് എടുത്ത് വലിയൊരു അധികായന്റെ രൂപം പ്രാപിച്ചു. അപ്പോഴേ നമ്മൾ കുട്ടികളൊക്കെ ചിന്തിക്കുക, എങ്ങനെ അധികായന്റെ രൂപം, ഇത് വെറും ഒരു സ്റ്റോറിയാണോ? അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡിസ്കഷൻ നടത്തിയിരുന്നു. അതില് 2-3 റിസർച്ച് ചെയ്ത സമയത്ത് നമുക്ക് നമ്മുടെ ശരീരം, നമ്മളെ ലിമിറ്റേഷൻസ് മാത്രമേ നമുക്ക് അറിയൂ, നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റി അറിയുന്നില്ല എന്നുള്ളതാണ് വലിയ കാര്യം, ചെറിയതായിട്ടുള്ള ഒരു കാര്യം. അപ്പോഴും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അന്ന് കൃഷ്ണൻ പർവ്വതത്തെക്കാളും വലിയതായിട്ടുള്ള ഒരു രൂപം പ്രാപിക്കുകയും ചെറുവിരലിൽ അത് 7 ദിവസവും 7 പകലും നിർത്തിയുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴേ അത് പരിശോധിക്കാം. അപ്പോഴേ ഹനുമാന്റെ കഥയുണ്ട്, അതേപോലെ വളരെ പർവ്വത രൂപമായിട്ട് വന്നതൊക്കെ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസവും 6 പകലും 6 രാത്രിയും പേയിച്ച് അവസാനം ഇന്ദ്രൻ മടുത്തു. ഇന്ദ്രനാണല്ലോ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തത്. ഇന്ദ്രൻ മടുത്ത് തോൽവി സമ്മതിച്ചെന്നാണ് ഞാൻ കേട്ട കഥയും. ആ സമയത്ത് 5000 വർഷം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കഥയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാം. ഇതെല്ലാവർക്കും വിട്ടുകൊടുത്തുകൊണ്ടും ഇതൊരു നല്ല ഒരു സ്റ്റോറിയാണ്. ഇതിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. ഇത് കൂടുതലായിട്ട് ഇതേപോലെ കഥകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഭാഗവതത്തിലായാലും മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും കുറെ റിസർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഹരേ കൃഷ്ണ. താങ്ക് യു സുരേഷ് ജി. ഹരേ കൃഷ്ണ. വളരെ കൃത്യമാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. വൃന്ദാവനത്തില് ഭഗവാന് 5ഓ 6ഓ വയസ്സോ ഉള്ളപ്പോഴാണ് ആ ഗോവർദ്ധന പർവ്വതം പ്രജവാസികളെ മുഴുവൻ ആ പർവ്വതത്തിന്റെ അടിയിൽ കൊണ്ടുവന്ന് പർവ്വതം ഉയർത്തി 7 ദിവസം ഭഗവാൻ എല്ലാവരെയും സംരക്ഷിച്ചു. അതുകൊണ്ടാണ് ഭഗവാനെ ജനാർദ്ദനൻ എന്ന് പറയുന്നത്, സംരക്ഷകൻ. അതും ഈ കാർത്തിക മാസത്തിലാണ് നടന്നത്. ഇതെല്ലാം ചരിത്രമാണ്. വൃന്ദാവനത്തിൽ സന്ദർശിക്കുമ്പോൾ ആ ചരിത്ര അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഹരേ കൃഷ്ണ. അടുത്ത് നമ്മൾ അനീഷ് പ്രഭുവിന്റെ അടുത്തേക്ക് വരുവാണ്. പ്രഭു 2 മിനിറ്റ്, നമുക്ക് സമയം കൂടുതലില്ല. നമുക്ക് 9 മണിക്ക് മുമ്പ് നിർത്തണം. ഹരേ കൃഷ്ണ. ചൊല്ലണം എല്ലാം. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. പ്രഭു, താങ്ക് യു സോ മച്ച്. ഞാൻ വീട്ടിലില്ല എങ്കിൽ പോലും ഞാൻ പ്രഭുവിന്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങി. എന്നാലും ക്ലാസ് മിസ്സാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം അറ്റൻഡ് ചെയ്യുന്നത്. പിതൃക്കൾക്ക് വേണ്ടിയുള്ള ആരതിയൊക്കെ പ്രത്യേകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. കാരണം അത് ഒരു ചിട്ടയായിട്ട് മാറിയേക്കുവാണ്. പ്രഭു, ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നോ ഇന്നലെയോ അല്ല, ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 13-14 വർഷമായിട്ട് ഞാനിവിടെ പല വീടുകളിലും ദാമോദരാരതി ചെയ്യുന്നുണ്ട്. ഞാനത് പേഴ്സണലി, പ്രഭു എൻ്റെ ഒപ്പം പലയിടത്തും വന്നിട്ടുണ്ട്, പട്ടാഭി പ്രഭു എൻ്റെ ഒപ്പം പലയിടത്തും വന്നിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് നാമം അറിയാത്ത, വീട്ടിൽ നാമം ജപിക്കാത്ത പല വീടുകളിലും കഴിഞ്ഞ 10-13 വർഷമായിട്ട് ദാമോദരന്റെ ഫോട്ടോയും മൂർത്തിയും വെച്ച് മാത്രം ഈ ഒരൊറ്റ നാമം മാത്രം ജപിക്കുന്ന വീടുകളെ എനിക്കറിയാം.
അതാണ് ഈ ഒരു നാമത്തിന്റെ മഹത്വം. അതായത് ദാമോദരാഷ്ടകം എന്ന് നമ്മൾ പറയുന്ന ദാമോദരാഷ്ടകത്തിന്റെ മഹത്വം ഞാനത് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. എന്റെ വീട്ടിൽ പോലും മാക്സിമം ദാമോദരാരതിയുടെ കാർത്തിക മാസത്തിന്റെ ഒരു മാസം മുമ്പോ ഒരു മാസം ശേഷം വരെ ആ ഒരു 3 month സൈക്കിൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതിയായി ഭഗവാനോടെ സ്നേഹം തോന്നുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്നേഹമില്ല എന്നല്ല, പുള്ളിയുടെ കുറ്റക്കേട് ചില്ലറയല്ല ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിന് നമ്മളോടല്ല പിന്നെ ആരോടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ സമാധാനിക്കാറുണ്ട്. പക്ഷെ എഗെയിൻ ഇന്ന് എന്റെ ലൈഫിൽ ആക്ച്വലി കഴിഞ്ഞ 7-8 മാസമായിട്ട് പ്രഭുവിനും അറിയാം, പല ആൾക്കാർക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ അറിയാം, വളരെ മാസീവായിട്ടുള്ള ഒരു മിസ്ഫോർച്യൂൺ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഒരു ചെറിയൊരു ടീച്ചർ വരും അദ്ദേഹം. അങ്ങനെ വളരെ ഗുഡ് ന്യൂസ് നടന്നിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കായി ഞാൻ അറിയിക്കും. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതാണ് പുള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനിക്ക് ഈ സമയത്ത് ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഞാനത് പെട്ടെന്ന് ചുരുക്കി പറയാം. അതായത് നമ്മുടെ കുചേലൻ ഭഗവാനെ കാണാനായിട്ട് പോയ ഒരു കാര്യം. കുചേലൻ കൊച്ചുനാളിലാണ് കണ്ണനെ വിട്ടുപിരിഞ്ഞത്. പക്ഷെ കുചേലൻ എത്രയോ വർഷം കഴിഞ്ഞ് നാളെ പോവാം അതിനുവേണ്ടി ഒരു പാട്ട് തന്നെ മലയാളത്തിലുണ്ട്, നാളെ നാളെ എന്നായിട്ടും ഭഗവാനെ കാണാൻ. അതൊന്ന് കേട്ട് നോക്കണം. അത് വളരെ നമ്മളെ ശരിക്കും കരയിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് നമ്മളൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ കൊച്ചു പിള്ളേരും പല ആൾക്കാരും ഉണ്ട്. ഈ ഭൂമിയിൽ മായ എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. ആ ശക്തി ഭഗവാന്റെ തന്നെ ശക്തിയാണ്. ആ ശക്തിയുടെ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഭഗവാനിൽ നിന്ന് മാറ്റുക. മാറ്റിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ വാല്യൂ എന്തുവാണെന്ന് മനസ്സിലാവും. അപ്പം ആ വാല്യൂവിനെ പറ്റി ഒരു 2 വാക്ക്. അപ്പം ഇദ്ദേഹം ഭഗവാനെ വിട്ടു പിരിഞ്ഞു പോയതിന് ശേഷം അദ്ദേഹത്തിന് ദാരിദ്ര്യവും കഷ്ടകാലവും ബുദ്ധിമുട്ടും എല്ലാ പ്രശ്നങ്ങളുമായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം ഇതായതിനു ശേഷം അദ്ദേഹം വീണ്ടും അവൽപ്പൊതിയെടുത്ത് ഭഗവാനെ കാണാൻ അവിടെ പോയി. ഭഗവാനെ കാണാൻ അവിടെ പോയപ്പം ഭഗവാൻ 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അത് എന്റെ ലൈഫിൽ ഞാൻ ഭഗവാനെ എത്രത്തോളം വിളിക്കുന്നു അത്രത്തോളം പ്രാരബ്ധ ബുദ്ധിമുട്ടും കഷ്ടതകളും പല കാര്യങ്ങളും. അപ്പൊ എനിക്ക് ഒരു ബ്രേക്ക് എടുക്കും. അതല്ല, വിളിച്ചിട്ട് തന്നെ ഇത് ഇച്ചിരി മെനക്കേടാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രഭുവിന് അറിയാവുന്ന കാര്യമാണ് അത്. പക്ഷെ വീണ്ടും നമ്മൾ കുറെ നാൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു, നമ്മൾ ഇന്ന് രാവിലെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുമ്പോൾ ഇന്ന് വ്യായാമം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കൊരു അസ്വസ്ഥത തോന്നുന്ന പോലെ തന്നെയാണ് ഭഗവാനെ വിളിക്കുന്നത്. ഇന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതേപോലത്തെ വിഷമമാണ്. ഇത് ഞാൻ റീസെന്റ് ഹരേ കൃഷ്ണ ആ ഒരു സെയിം അവസ്ഥയാണ് കുചേലനും സംഭവിച്ചത്. കുചേലൻ അവസാനം ഭഗവാനെ പോയി കണ്ടപ്പോഴാണ് ഇതെല്ലാം നടന്നു കിട്ടിയത്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. ഭഗവാൻ എപ്പോഴും ആപത് ബാന്ധവനാണ്. നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കരുത്. നമ്മൾ കർമ്മങ്ങളുടെയും പൂർവ്വ ജന്മത്തിന്റെയും ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഏതിന്റെ ബാക്കിയാണ് എന്തിന്റെ ബാക്കിയാണെന്ന് നമുക്കറിയില്ല. ഹരേ കൃഷ്ണ. പക്ഷേ ഭഗവാൻ ആപത് ബാന്ധവനാണ്. ഇത് കാർത്തിക മാസം, ആ നല്ല നടപ്പിന്റെ മാസം പോലെ ഈ മാസം ഭഗവാൻ പരിഗണിക്കും കുറച്ചു പേർക്ക് ഏത് ശിക്ഷയളവ് ആർക്കൊക്കെ കൊടുക്കണമെന്ന്. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ. സുരേഷ് അയ്യർ അവർകൾ, സുരേഷ് പ്രഭു ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ, 2 മിനിറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ ഒരു ഭക്തന് വേണ്ടിയിട്ട് മാത്രം അവതരിക്കുന്ന അവതാരങ്ങളുണ്ട്. ഭഗവാൻ അത്രയും സ്നേഹമാണ് ദാസന്മാർ, അതായത് ഭക്തന്മാർ. ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് പറഞ്ഞാലും ഭഗവാൻ പ്രശ്നമില്ല. പക്ഷെ ഭഗവാന്റെ ഭക്തന് ആരും ഒന്നും പറയാൻ പാടില്ല എന്നതാണ്. അതുപോലെ തന്നെ ഈ കാർത്തികമാസത്തിലെ ഈ ദാമോദര ലീല നടന്നത് തന്നെ നാരദ മുനി അവർക്ക് ശാപം കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, അതായത് അവരെ ഭഗവാൻ വന്ന് നിങ്ങൾക്ക് മോക്ഷം തരുമെന്ന്. ഭഗവാൻ ആ ഒരു വാക്ക് പാലിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഭഗവാൻ ആ ലീല ആടിയത്. ഭഗവാനെ പറ്റി ഭഗവാനെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം ഭഗവാന്റെ അടുത്ത് അടുക്കുന്നോ, നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ ഭഗവാൻ 9 സ്റ്റെപ്പ് മുമ്പോട്ട് വരും. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആർക്കെങ്കിലും ധാരത ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ തന്നെയും ഭഗവാന്റെ കരുണ അവർക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും അവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. സന്തോഷം മാതി. ഹരേ കൃഷ്ണ. സ്നേഹ റെഡിയല്ലേ? കീർത്തനം.
ആ പ്രഭു റെഡിയാണ്. ഓക്കെ. ദേവി അത് മറ്റുള്ളവര് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഹരേ കൃഷ്ണ. ഓക്കെ, സ്നേഹ റെഡി അല്ലേ? ഓ എന്റെ ഇതില് ഇച്ചിരി ചാർജ് കുറവാണ് കേട്ടോ. ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ. തുടങ്ങിയോ? വോയിസ് ഇല്ല. ഹരേ കൃഷ്ണ. രാധേ ജയ കൃഷ്ണ ജയ വൃന്ദാവന ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹന ശ്യാമ കുണ്ഡ രാധാ കുണ്ഡ गिरि गोवर्धन कालिंदी जमुना जय जय महावन केशी घाट वंशी वट द्वादश कनना जहाँ सब लीला कोयलो श्री नंद नंदन श्री नंद जशोदा जय जय गोपगाना श्री दमादि जय जय दिनुवत्सगाना जय वृषभानु जय कीर्तिदसुन्दरी जय पौर्णमासी जय आभिरनगरी जय जय गोपीश्वर वृंदावन माजा जय जय कृष्ण सखा बटु द्विजराज जय राम घट जय रोहिणी नंदन जय जय वृंदावन बासी जट जना जय द्विज पत्नी जय नाग कन्या गाना भक्ति तेज हार पायलो गोविंद चरणा श्रीरस मंडल जय जय राधा श्याम जय जय रास लीला सर्वमनोरम जय जय ज्वाला रस सर्वरस सारा परकीय भावे जहाँ व्रजते प्रचार श्री जानव पद पद्म कोरिया
स्मरण दीन कृष्ण दास को हे नाम संकीर्तन जय राधे जय कृष्ण जय वृंदावन श्री गोविंद गोपीनाथ मदन मोहन हरे कृष्ण ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു 2 മിനിറ്റ്. ഹരേ കൃഷ്ണ ജയപ്രകാശ് പ്രഭു 2 മിനിറ്റ്. 2 മിനിറ്റ്. 12 മാസത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് കാർത്തിക മാസം എന്ന് നമ്മൾ അറിഞ്ഞു. കഴിഞ്ഞ 28 ദിവസമായി പ്രഭു നമ്മൾ ഭക്തിയുടെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക മാസത്തിൽ ഒരു ചെറിയ ഭക്തി സേവ ചെയ്താൽ പോലും യോഗ്യത ഇല്ലാത്തവർ ചെയ്താൽ പോലും അവർക്ക് കൃഷ്ണഭക്തി കിട്ടുമെന്നും പ്രഭു പഠിപ്പിച്ചു തന്നു. ശ്രദ്ധയില്ലാതെയോ എങ്ങനെ ചെയ്താലും ഈ മാസത്തിൽ ഭഗവാന്റെ പ്രീതിക്ക് കാരണമാകുമെന്നും പ്രഭു പറഞ്ഞു. പ്രഭുവിന് നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാ ഗ്ലോറിഫിക്കേഷനും എല്ലാ നന്ദിയും ഭഗവാനിലേക്ക്, ഗുരുവിലൂടെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതെല്ലാം ഭഗവാന്റെ നിയോഗം. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു നന്ദനയില്ലേ അവിടെ? ഒരു കീർത്തനം ചെല്ല. ഹരേ കൃഷ്ണ. നന്നു പാടും പ്രഭു. പാടിക്കോ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ പ്രഭു? പ്രഭു കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. जय माधव मदन मुरारी जय माधव मदन मुरारी जय माधव मदन मुरारी जय माधव मदन मुरारी जय केशव कली मलहारी जय केशव कली मलहारी जय केशव कली मलहारी जय माधव मदन मुरारी जय माधव मदन मुरारी सुंदर कुंडल नयन विशाला सुंदर कुंडल नयन विशाला सुंदर कुंडल नयन विशाला गली सोहे बेचंदी माला गले सोहे बेचंदी माला याचव की बलिहारी याचव की बलिहारी जय माधव मदन मुरारी जय माधव मदन मुरारी कभी हो लूट लूट दधिकायो कभी हो लूट लूट दधिकायो कब हो मधुबन रास रचायो कब हो मधुबन रास रचायो
नाचत की विपिन बिहारी, नाचत की विपिन बिहारी, जय माधव मुरारी, जय माधव मदन मुरारी. हरे कृष्ण प्रभु. ഹരേ കൃഷ്ണ. താങ്ക് യു. ജയ രാഘവ മദന മുരാരി. വീണ്ടും നമ്മൾ പോകുന്നു. അനവദ്യ. ഹരേ കൃഷ്ണ. जय जनार्दना कृष्ण राधिकापते, जन विमोचना कृष्ण जन्ममोचना. जय जनार्दना कृष्ण राधिकापते, जन विमोचना कृष्ण जन्ममोचना. गरुड़ वाहना कृष्ण गोपिकापते, नयन मोहना कृष्ण मीरजेक्षणा. सुजन पांडवा कृष्ण सुंदराकृते, मदन मोहना कृष्ण माधवा हरे. जय जनार्दना कृष्ण राधिकापते, जन विमोचना कृष्ण जन्ममोचना. वसुमतीपते कृष्ण वासवानुजा, वरगुणाकरा कृष्ण वैष्णवाकृते. सुरुचिरानना कृष्ण शौर्यवारिते, मुरहरे विभो कृष्ण मुक्तिदायका. विमल पालका कृष्ण वल्लभीपते, कमललोचना कृष्ण काम्यदायका. जय जनार्दना कृष्ण राधिकापते, जन विमोचना कृष्ण जन्ममोचना. जय जनार्दना कृष्ण राधिकापते, जन विमोचना कृष्ण जन्ममोचना. ഹരേ കൃഷ്ണ. താങ്ക് യു. ജന്മമോചന, സംസാര സാഗരങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനെ. ഇതൊക്കെ വരികളുടെ ഇടയ്ക്കൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കും എല്ലാത്തിന്റെയും അഭയസ്ഥാനം ഭഗവാൻ മാത്രമാണെന്ന്. ഹരേ കൃഷ്ണ. നമ്മൾ വർഷയിലേക്ക് പോകുന്നു. ഹരേ കൃഷ്ണ. വർഷ. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നില്ലേ വർഷ? ഉണ്ട് പ്രഭു. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. നോ ഇഷ്യൂ. ഓക്കെ. അടുത്തത് റെഡിയാവുക. വിസ്മയ റെഡിയായിരിക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ, അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ കൃഷ്ണ. ആനന്ദാലങ്കര വാസുദേവ കൃഷ്ണ, ആതങ്കമെല്ലാം അകറ്റിടേണേ കൃഷ്ണ. ഇന്ദിരനാഥ ജഗന്നിവാസ കൃഷ്ണ, ഇന്നെന്റെ മുന്നിൽ വീളങ്ങിടേണേ കൃഷ്ണ. ഈരേഴുലകിനു ഏകനാഥ കൃഷ്ണ, ഈരഞ്ജുദേക്കും നിറഞ്ഞ രൂപ കൃഷ്ണ. ഉണ്ണി ഗോപാല കമലനേത്ര കൃഷ്ണ, ഉള്ളിൽ നീ വന്നു വസിച്ചിടേണം കൃഷ്ണ. ഊഴിയിൽ വന്നു പിറന്ന നാഥ കൃഷ്ണ, ഊനം കൂടാതെ തൂണണം കൃഷ്ണ. എന്നുള്ളിലുള്ളൊരു താപമെല്ലാം
കൃഷ്ണ എന്നുണ്ണി കൃഷ്ണ ശമിപ്പിക്കണം കൃഷ്ണ ഏടലർബാണനു തുല്യമൂർത്തേ കൃഷ്ണ ഏറിയ മോദേന കൈ തൊഴുന്നേൻ കൃഷ്ണ ഐഹികമാകും സുഖത്തിലഹോ കൃഷ്ണ അയ്യോ നമുക്കൊരു മോഹമില്ലേ കൃഷ്ണ ഒട്ടല്ല കൗതുകമന്തരംഗേ കൃഷ്ണ ഓമൽ തിരുമേനി ഭംഗി കാൺമാൻ കൃഷ്ണ ഓടക്കുഴൽ വിളി മേളമോടെ കൃഷ്ണ ഓടി വരീകന്റെ ഗോപബാല കൃഷ്ണ ഔദാര്യ കോമള കേളിശീല കൃഷ്ണ ഔപമ്യമില്ല ഗുണങ്ങൾക്കേതും കൃഷ്ണ അംബുജലോചന നിൻ പാദ പങ്കജം അൻപോടു ഞാനിതാ കുമ്പിടുന്നേൻ കൃഷ്ണ അത്യന്ത സുന്ദര നന്ദസൂനോ കൃഷ്ണ അത്തൽ കളഞ്ഞെന്നെ പാലിക്കണം കൃഷ്ണ കൃഷ്ണ മുകിൽ വർണ്ണ വൃഷ്ണികുലേശ്വര കൃഷ്ണാംബുജേക്ഷണ കൈ തൊഴുന്നേൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൈ തൊഴുന്നേൻ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. ആബൽ ബാന്ധവൻ ഹരേ കൃഷ്ണ. വീണ്ടും ഞാൻ വിസ്മയ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ എന്റെ താമര കണ്ണാടിയാടി വായോ നിന്റെ പിഞ്ചു പാദം തേടി തേടി ഞങ്ങൾ നിന്റെ ദിവ്യനാമം പാടി പാടി വന്നു ചിലങ്ക കെട്ടി ഓടി ഓടി വായോ താമര കണ്ണാടിയാടി വായോ നന്ദന രാധാ ജീവന കേശവ പാപ വിനാശന കേശവ ഹരേ മാധവ ഗോകുല ബാലനെ ഓടിവായോ ഗോപാല ബാലനെ ആടിവായോ ചിലങ്ക കെട്ടി ഓടി ഓടിവായോ എന്റെ താമര കണ്ണാടിയാടി വായോ കംസ വിമർദ്ദന കാളിയ നർദ്ദന കേശവ ഹരേ മാധവ അശ്രിത വത്സല ആപദ്ബന്ധവ കേശവ ഹരേ മാധവ ഓംകാരനാദമേ ഓടിവായോ ആനന്ദ ഗീതമേ ആടിവായോ ചിലങ്ക കെട്ടി ഓടി ഓടിവായോ എന്റെ താമര കണ്ണാടിയാടി വായോ. ഹരേ കൃഷ്ണ. താങ്ക് യു ചിലങ്ക കെട്ടി ഓടി ഓടി വായു. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹരേ കൃഷ്ണ. രാഖി രാശി അവിടെ ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാടിക്കോളൂ. കണി കാണും നേത്രന്റെ നിറമേറും മഞ്ഞ തുക ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം
അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി. ചിലുചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ ുണ്ണം കൃഷ്ണൻ അടുത്തു വാദീനം കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ബാലസ്ത്രീകളുടെ തുകിലം മാറിക്കൊണ്ടരയാളിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ കാണിച്ചും കോടക്കാർ വർണ്ണ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എതിരെ ഗോവിന്ദനരികിൽ വന്നോരു പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദ സ്മിതവും പൂകീവാ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അണിഞ്ഞു കാണേണം ഭഗവാനെ. അണിഞ്ഞു കാണേണം ഭഗവാനെ. ഇതിൽ പരം ആഗ്രഹം വേറൊന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഭഗവാന്റെ നയമനോഹരമായ ആ രൂപം ഭഗവാനെ ഒരു മാത്രം നമുക്ക് കാട്ടിത്തരയണമേ. ഹരേ കൃഷ്ണ. അചൽ കൃഷ്ണൻ ഹരേ കൃഷ്ണ. മീരാജി മീരാമാതാജി ഹരേ കൃഷ്ണ. വിനോദ് പ്രഭു ഹരേ കൃഷ്ണ. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാം, അവർക്ക് പാടാം. പ്രീതമാതാജി മുരളി പ്രഭു ഹരേ കൃഷ്ണ. കീർത്തനം ചൊല്ലാൻ പറ്റുന്നുണ്ടോ? ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ തവ പാദ സരോജം അകമേ വിലസുത നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ അരനിമിഷം കളയരുതാരും മരണം വരുമിനിയെന്നു നിനേച്ചിക മരുക സതതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ. കാണുന്നു ചിലർ പലതുമുപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാണിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നും കാണും നാരായണ ജയ.
വിരചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലുമെളുതായി വരുമീ വിഷമസുഖം വര നാരായണ ജയ. കീഴിൽ ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവരുമുണ്ടോ നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ടാൻ വന്ന പട നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ തവ പാദസരോ അകമേ വിലസുക നാരായണ ജയ. ഹരേ കൃഷ്ണ. താങ്ക് യു നാരായണ ജയ. മീരാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ പ്രഭു. ഓരോ വർഷം ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് ഞാൻ ശരിക്കും ഇത് ആരതി തുടങ്ങിയത്. ഈ വർഷം അത് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനും പിന്നെ ഇത്രയും ഇൻവോൾവ്മെന്റിൽ ചെയ്യാൻ കഴിഞ്ഞതിലും അതെന്തോ ഒരു മുജന്മ സുഹൃതം അത് പ്രഭു ത്രൂ നടന്ന് കിട്ടുന്നു. അപ്പൊ അതിന് നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു ഹരേ കൃഷ്ണ. വരം ദേവമോക്ഷം നാമോഷാവതിം വാ ന ജാന്യം വൃണേഹം വാരേഷാദപീഹ ഇദം തേവ പൂർണ്ണാദ ഗോപാലപാലം സദാ മേ മനസ്യാം കിമന്യേ. ഹേ ഭഗവാൻ, എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യാൻ അങ്ങക്ക് കഴിയുമെങ്കിലും അവ്യക്തഗതമായ മോചനത്തിനോ പരമലക്ഷ്യമായ വൈകുണ്ഠ ലോകത്തിലെ ശാശ്വത ജീവിതത്തിനോ അല്ലെങ്കിൽ നവവിധി ഭക്തി പരിശീലിച്ച് നേടുവാൻ മറ്റേതെങ്കിലും അനുഗ്രഹത്തിനു വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ മറ്റേത് അനുഗ്രഹവും കൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്നിരിക്കെ വൃന്ദാവനത്തിലെ ബാലഗോപാലനായിട്ടുള്ള അവിടുത്തെ ഈ രൂപം ഒരിക്കലും മായാത്ത വിധത്തിൽ എൻ്റെ ഹൃദയത്തിൽ തെളിയുമാറാകണേ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. എല്ലാവർക്കും കാർത്തിക മാസത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഇതാവണം നമ്മുടെ പ്രാർത്ഥന. ഹരേ കൃഷ്ണ. രാഖി രാശി ജയരാധാ മാതാവ് സ്റ്റാർട്ട് ചെയ്തോളൂ. ജയ രാധമാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധമാധവ ജയ കുഞ്ച ബിഹാരി ജയ രവി ജനവല്ലഭ ജയ ഗിരിവരദാരി ജയ ഗിരിവരദാരി ജയ യശോദനന്ദന ജയ വ്രജനരഞ്ജന ജയ യശോദനന്ദന ജയ വ്രജനരഞ്ജന ജയ യമുനതിരവനചാരി ജയ കുഞ്ച ബിഹാരി ജയ യമുനതിരവനചാരി ജയ കുഞ്ച ബിഹാരി ജയ രാധമാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധമാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ കൃഷ്ണ
ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതില് അഭിരാമി ഉണ്ടോ, ആമി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ണട എടുത്തിട്ടില്ല, വളരെ പ്രയാസമുണ്ട്. ഹരേ കൃഷ്ണ. ആമി ഉണ്ടോ? ഓക്കെ, ആമി ഉണ്ടെങ്കിൽ വരുമ്പോഴത്തേന് സിമി മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ കാർത്തിക നമ്മളെല്ലാവരും നേരിട്ട് ഒന്നും ആരെയും കാണാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരും സൂമിൽ കൂടെ കാണാനും എല്ലാ ദിവസവും ആരതിയിൽ കൂടാനും വളരെ സന്തോഷം. അതിലും വലിയ സന്തോഷം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് മല്ലൽ പ്രഭു തന്നെയുണ്ട്. വളരെ സന്തോഷം തരുന്നു. അതുപോലെ ഗുരുമഹാരാജിനെ കാണാൻ പറ്റിയെന്ന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. നമ്മള് അടുത്തത് നമാമീശ്വരത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, ആരതി. അതെ, നമ്മള് ഇപ്പം സമയം ഏകദേശം, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണം, അതായത് ഞാൻ എന്തെങ്കിലും എന്നുള്ളതല്ല, ഭഗവാനെ കുറിച്ച് പറയാൻ ഞാൻ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. വീണ്ടും നമ്മൾ ഇതേപോലൊരു സെഷൻ വരും. ഈ കാർത്തിക മാസം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നും ഭഗവാനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപാട് വലിയൊരു ബ്രൈഡായിട്ട് പറയാനുണ്ട്. ഇപ്പം പിന്നെ കുന്തി സ്തുതിയെ കുറിച്ച് തന്നെ വലിയൊരു സെഷൻ ഉണ്ടാകും ഉടനെ തന്നെ. അതുപോലെ തന്നെ പല സെഷനുകളും ശില്പമാതാജിയും സ്മിതമാതാജിയൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ആ കഥകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അറിവിന്റെ വ്യാപ്തി എത്രയോ കുറവാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അവരുടെ എല്ലാം മുന്നിൽ എന്റെ നമോഭാഗം, എന്റെ പ്രണാമം. തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ക്ലാസ്സുകൾ, സ്പെഷ്യൽ സെഷൻസ് ഉടനെ തന്നെ ഉണ്ടാകും. ഹരേ കൃഷ്ണ. അപ്പം എന്നോടെന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ കാർത്തിക മാസം ആഘോഷിച്ചതിൽ വളരെ സന്തോഷം. ഭഗവാന്റെ, ദാമോദര ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഹരേ കൃഷ്ണ. ഡോക്ടർ ജിക്ക് എന്തോ ആക്ഷേപം പറയാനുണ്ടെന്ന് തോന്നുന്നു, അങ്ങനാണോ? ഹരേ കൃഷ്ണ. ഞാനല്ലേ മണിലാലി, ഞാൻ കുറെ നേരം കൊണ്ട് ആലോചിക്കുന്നത്, ഈ കൊറോണ ലോകത്ത് ഇത്രത്തോളം നാശം വിതയ്ക്കുകയും പ്രയാസങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൊറോണ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ നേരിട്ട് ഒരു ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഇപ്പൊ നമ്മളിൽ ഉണ്ട്. നമ്മൾ ഇത്രയും പേര് വിടിയിരിക്കുന്നു, നമ്മളിപ്പോ 1.5 മണിക്കൂറായിട്ട് ഇത്രത്തോളം കോൺസെൻട്രേഷൻ കൊടുത്ത് മറ്റൊന്നിനും ചിന്തിക്കാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ഹാളിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലേ നമ്മൾ കുറച്ച് പേരെങ്കിലും ഇടയ്ക്ക് കാള് വരികയും മൊബൈൽ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യും. അതൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു മീറ്റിംഗ് ഒരു അവസാനം നമ്മൾ മുൻപ് ഉള്ളതുപോലെ തന്നെ നമുക്ക് അവസാനം പ്രസാദം, കാപ്പി പിടിക്കുക, അത് ഇത് കഴിക്കുക എന്നുള്ളൊരു ചിന്തയെങ്കിലും അവസാനം ഇത് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രയും ആൾക്കാർ ഇത്രത്തോളം കോൺസെൻട്രേഷനോട് ഡിവോട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മഹാസംഭവം തന്നെയാണ്. അതിന് മണിലാൽജിക്ക് വളരെ വളരെ നന്ദി. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേക നന്ദിയും പ്രാർത്ഥനയും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ കാർത്തിക മാസത്തിലെ പ്രാർത്ഥന കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. All glories to Srila Prabhupada. All glories to Gurudeva. ഹരേ കൃഷ്ണ. വീണ്ടും നമ്മള് എല്ലാവരും അൾത്താര, അതായത് വിളക്ക് കൊളുത്തുന്ന സ്ഥലം, ഭഗവാന്റെ മുന്നിൽ എല്ലാവരും സൂം ചെയ്ത് വെക്കാൻ. വളരെ മനോഹരം. ഇത്രയും ദൃശ്യമനോഹാരിത എവിടെ കിട്ടും? ഏത് എക്സിബിഷനിൽ കിട്ടും? ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും? എത്ര വളരെ മനോഹരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും അത് കാണിക്കുക ഭഗവാന്റെ. നമ്മൾ നാമോദര അഷ്ടകം ഇവിടെ ചെല്ലും. അപ്പം കൂടെ എല്ലാവരും അഷ്ടകം ചൊല്ലണം. അഷ്ടകം ചൊല്ലിയതിന് ശേഷം
നമ്മൾ ആകാശദീപം ചെല്ലും, ദീപം കാണിക്കും. ആകാശ ദീപം കാണിക്കുമ്പോൾ നമ്മളൊരു മന്ത്രം ചെല്ലും. മനസ്സിൽ വിചാരിക്കുക എല്ലാ പിതൃക്കളെയും. ഇത് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്, അവരുടെ ആത്മാക്കൾക്കുള്ള മോചനം. അത് ഈ കാർത്തിക മാസ ആചരണത്തിലൂടെ, ഈ ആകാശദീപ കാഴ്ചയിലൂടെ നമ്മുടെ എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടട്ടെ എന്ന് നമുക്ക് ദാമോദര ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ പരിമിതമായ സമയത്ത്, തിരക്ക് പിടിച്ച സമയത്ത് എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാഷ്ടാംഗ പ്രണാമം എല്ലാവരുടെയും മുന്നിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. അഷ്ടകം ചൊല്ലാം. മണിലാൽജി ഒരു കുറ്റവും ചെയ്യാതെ ഹരേ കൃഷ്ണ. ഇത്രയും മാപ്പ് പറയേണ്ട കാര്യമില്ല. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമുക്ക് അഷ്ടകത്തിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയായിട്ടിരിക്കുക. എല്ലാവരും അവരവരുടെ അൽത്താരയിൽ ഭഗവാന്റെ മുന്നിൽ അഷ്ടകം നെയ്വിളക്ക് കാണിക്കുക. ഹരേ കൃഷ്ണ. റെഡിയല്ലേ? ഹരേ കൃഷ്ണ. കമലു റെഡിയായോ? ഹരേ കൃഷ്ണ. എല്ലാവരും നെയ്വിളക്ക് കാണിക്കുക. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം രസകുണ്ടലം ഗോകുലേ പ്രജമാനം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം രസകുണ്ടലം ഗോകുലേ വ്രജമാനം. യശോദാഭിയോ ലോകദാതാപമാനം പരാമൃഷ്ടമത്യന്തദോത്രിതഗോത്ര ഹൃദം തം മുഹുർനേത്രായുഗ്മം വിദന്തം കരാംബുജയുഗ്മേന സാദഗനേത്രം മോഹശ്വാസകം കാതീരേകാന്തരം ചിതരഗ്രൈവദാമോദരം ഭക്തിവന്തം ഇതി വൃക്ഷലീലാഭിരാനന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജന്തം ആഖ്യാപയന്തം തദീയശിദഗ്നേഷു ഭക്തേജിദത്തം പുനഃ പ്രേമതഃ സംശാദാവൃത്തിവന്ദേ വരം ദേവമോക്ഷം ന മോക്ഷവതിം ന ജാനുപ്രദേഹം വാരേ ശബ്ദവീണ ഇദം ദേവ പൂർണ്ണാദ ഗോപാലബാലം സദാ മേ മനസ്യ വീരത്വം വിമന്യേ ഇദം തേ മുഖാംബോജം അത്യന്തലീലേ വൃദം കുണ്ടലൈ സ്നിഗ്ധരക്തശ്ച ഗോപ്യാ മോഹശ്ചുംബിതം ബിംബരക്താധരം മേ മനസ്യ വിരാഷ്ട്രമാലം ലക്ഷ്യലാഭേ നമോ ദേവദാമോദരാനന്ദവിഷ്ണു പ്രസീദ പ്രഭോ ഭക്തജനാഭിമാനം കൃപാദൃഷ്ടിവിശ്രാദീനാംബരാനോ ഗൃഹാരീശ്രമാമധ്യായേദ്യാശ്രിദൃശ്യ കുബേരാത്മജോ ഭദ്രാമൂർത്തൈവയത്വ ത്വയ മോചിതോ ഭക്തിവചം പ്രദാശ തഥാ പ്രേമകാർച്ചേന്ദ്രേ പ്രയസ നമോ ക്ഷേത്രഭോ മേ ശ്രീരാമോദരീര നമസ്തേ സുധാമേ സൂരാദിപിതാമേ
दामोदराय विश्वासदामे नमो राधिकाय त्वदीयाय नमो नन्दनीलाय देवाय तुभ्यं नमो राधिकाय त्वदीया प्रियाय नमो नन्दनीलाय देवाय तुभ्यं नमो राधिकाय त्वदीया प्रियाय नमो नन्दनीलाय देवाय तुभ्यं हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 जय राधा दामोदर राधा दामोदर राधे 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 दामोदर भगवान की जय, शिल प्रभुपाद की जय, नित्य गौर प्रेमानंद, हरि बोल. ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. ഭഗവാനെ, അങ്ങ് ഈ അവസരം തന്നിരിക്കുന്നത് ഈ പതിതാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ, അങ്ങയുടെ കൃപയും കടാക്ഷവും സംരക്ഷണയും സാമീപ്യവും ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമ്മള് അടുത്ത ശ്രേഷ്ഠമായ മുഹൂർത്തത്തിലേക്ക് പോവുകയാണ്. ആമി വന്നിട്ടുണ്ടോ? ഈ കൂട്ടത്തിലുണ്ടോ? ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ദീപം ആകാശ ദീപക്കാഴ്ചയാണ്. പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ കാഴ്ചയിൽ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലും. ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായധരായ ച നമസ്കൃത്യം പ്രണശ്യാമി ഓം വ്യോമദീപം ഹരിപ്രിയം. ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ഇത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലും. അതേസമയം ആകാശത്തേക്ക് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാത്ത ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആകാശത്തേക്ക് ദീപം കാണിക്കുന്നു. ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ഹരേ കൃഷ്ണ. എല്ലാവരും റെഡിയല്ലേ? ഒരു തിരി അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ആകാശത്തേക്ക് കാണിക്കും. യെസ്.
ആകാശത്തേക്ക്. എല്ലാവർക്കും ആകാശത്തേക്ക് കാണിക്കാം. വിൻഡോ തുറക്കാം. എല്ലാവരും തുറക്കൂ. ജനലുകൾ തുറന്ന് ആകാശത്തേക്ക് ഇന്ന് ഈ ആകാശദീപം നമ്മൾ ഇന്ന് കാണിക്കുന്നു. റെഡിയായില്ലേ എല്ലാവരും? എല്ലാവരും ജനലുകൾ തുറക്കുക. ഈ വേളയിൽ, ഈ ശുഭമുഹൂർത്തത്തിൽ എല്ലാ ആത്മാക്കൾക്കും മോക്ഷം കിട്ടട്ടെ, നമ്മുടെ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദീപം ഇവിടെ കാണിക്കുന്നു. ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഒരേ മനസ്സോടെ ഇന്ന് നമ്മൾ കൂടിച്ചേരുന്ന് ഈ കാർത്തിക മാസം ആചരിച്ചതും ഭഗവാന്റെ കൃപാകടാക്ഷത്തിനായി ഭഗവാന്റെ ലീലകൾ നമ്മൾ സ്മരിച്ചതും, അതോടൊപ്പം ഇന്ന് ഈ കാർത്തിക മാസത്തിൽ നമ്മുടെ എല്ലാം പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ആകാശദീപം കാണിച്ചത്, ഇതെല്ലാം ഭഗവാന്റെ ഒരു നിയോഗമാണ്. ഭഗവാന് നന്ദി പറയുക, ഭാഗവതത്തെ സ്തുതിക്കുക, ഭഗവത്ഗീതയെ സ്തുതിക്കുക, എന്നും ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കുക. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ? ഹരേ കൃഷ്ണ. വീണ്ടും നമ്മൾ വലിയൊരു സെഷൻ രാവിലെ തന്നെ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ടോ ഒന്നും തീരത്തില്ല. തീർച്ചയായിട്ടും നമുക്കൊരു ഫുൾ ഡേ വേണം. ഒരുപാട് കുട്ടികൾ, എല്ലാം നമ്മുടെ കുട്ടികളാണ്. അവരാണ് എൻ്റെ ജീവനാഡിയും. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി പേരെടുത്തെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം, സാഷ്ടാംഗ പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ ക്ലാസ്സുകളിൽ വരിക. നമ്മുടെ ക്ലാസ്സുകൾ വെള്ളിയാഴ്ച രാവിലെ യൂത്ത് വൈബ്രന്റ് ക്ലാസ് 8:30. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ക്ലാസ് ഉണ്ട്, ഫാമിലി ക്ലാസ്. ശനിയാഴ്ച വൈകിട്ട് ഫാമിലി ക്ലാസ് ഉണ്ട്. ബുധനാഴ്ച ഫാമിലി ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ബന്ധപ്പെടാം, നമുക്ക് ഒരുമിച്ചിരിക്കാം, ഭഗവാനെ കുറിച്ച് 2 വാക്ക് ഓർമ്മിക്കാം, 2 വാക്ക് സ്മരിക്കാം. ബുധനാഴ്ച സ്പെഷ്യൽ സെഷനാണ്, രാമായണമാണ്. ഹരേ കൃഷ്ണ. നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. നല്ലൊരു അനുഭവമായിരുന്നു പ്രഭു. എല്ലാം മനോഹരമായിരുന്നു. ഭഗവാന്റെ എല്ലാ എങ്കിലും ഉണ്ടായിട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഈ കൂടിയിരിക്കുന്ന ഈ ദാമോദരാരതിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഓരോ നിമിഷവുമുള്ള പ്രാർത്ഥന.
ഈ കാർത്തിക മാസം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. നന്നു, വിസ്മയ, ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 10 തുടങ്ങാം. മധുസൂദന പ്രഭു, ഹരേ കൃഷ്ണ. ലാസ്റ്റില് നോട്ട് ലീസ്റ്റ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പറഞ്ഞു. 8, 7, 6, 5, 4, 3, 2, 1. 0. ഹരേ കൃഷ്ണ. ഞാൻ അടക്കി വെച്ച കാര്യം എല്ലാവരെയും വിടുന്നതിൽ എനിക്ക് വളരെ വിഷമം വരുന്നു. കുറെ കൂടെ സമയം ഇരിക്കണമെന്നുണ്ട്. എങ്കിലും വീണ്ടും ഒരു സെഷന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.